ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ പാഠം, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. മൂന്നാമത്തെ ചാപ്റ്റർ ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. എല്ലാവർക്കും അറിയാലോ അല്ലേ ചാപ്റ്റർ എന്താന്ന്? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ക്ലാസ് കണ്ടു നോക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഥ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ മലയാളത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വേർഡ് ബൈ വേർഡ് ഓരോ വേർഡ്സിന്റെ മീനിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പറയുന്നുണ്ട്. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ആക്ടിവിറ്റി ബുക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ മൂന്നാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ വില്ലേജ് ഓഫ് ബേർഡ്സിലെ കഥ എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷികളുടെ വില്ലേജ്, അതായത് പക്ഷികളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ബേർഡ്സ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം? കളർ ദ പൂക്കളം ഗിവൺ ബിലോ. അപ്പോൾ എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഓണത്തിലൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മൾ ഡിഫറെന്റ് സ്റ്റൈലിലൊക്കെ നമ്മൾ പൂക്കൾ ഇടാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ താഴെ കാണുന്ന പൂക്കളത്തിന് നിറം കൊടുക്കാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ നല്ല മനോഹരമായിട്ട് ഡിഫറെന്റ് കളർ, പല കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പൂക്കളത്തിന് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. അടുത്ത ആക്ടിവിറ്റി 2. എന്താണ് ആക്ടിവിറ്റി 2? Which are the festivals that we celebrate? നമ്മൾ ഏതൊക്കെ ആഘോഷങ്ങളാണ്, ഉത്സവങ്ങളാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്? Write the name of the festival below each picture. അപ്പോൾ ഇവിടെ 4 ചിത്രം തന്നിട്ടുണ്ട്. 4 പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്പെല്ലിംഗ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ ഫെസ്റ്റിവൽ അതിൽ ഏതാണോ അതിന്റെ പേര് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ഏതൊക്കെയാണ്? ഓണം, ക്രിസ്മസ്, ഈദുൽ ഫിത്തർ, ദീപാവലി അല്ലേ? അപ്പൊ ഫസ്റ്റ് ചിത്രം നോക്കൂ. ഫസ്റ്റ് ചിത്രം എന്താണ്? ക്രിസ്മസ് ട്രീ ആണ് അല്ലേ? ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏതാണ് അവിടുത്തെ ആ ഫെസ്റ്റിവൽ ഏതാണ്? ക്രിസ്മസ്. ഇവിടെ സ്പെല്ലിംഗ് എഴുതുക കേട്ടോ, നോക്കിയിട്ട് എഴുതുക. അടുത്തതോ ഈദുൽ ഫിത്തർ. നെക്സ്റ്റ് ഓണം. ലാസ്റ്റ് വൺ എന്താണ്? ദീപാവലി. ഇങ്ങനെ എന്ത് ചെയ്യുക? ഫെസ്റ്റിവൽസിന്റെ പേരാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ ഫെസ്റ്റിവൽ രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ചു? ക്രിസ്തുമസ്, ഈദുൽ ഫിത്തർ, ഓണം, ദീപാവലി. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി റീഡ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റോറി, നമ്മുടെ സ്റ്റോറിയുടെ ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അത് ആദ്യം റീഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ആദ്യം റീഡ് ചെയ്യാം. റീഡ് ദ സ്റ്റോറി. 2 പേജിലായിട്ട് 4 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ പേജിൽ നോക്കൂ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. ദേ ലിവ് ഇൻ ഹരിതഗിരി വില്ലേജ്. ഡിംപിളും ട്വിങ്കിളും ആരാണ്? ട്വിൻസ് ആണ്, ഇരട്ടകളാണ്. അവരെവിടെയാണ് താമസിക്കുന്നത്? ഹരിതഗിരി വില്ലേജിലാണ് അവർ താമസിക്കുന്നത്. എവറി ഇയർ there is a festival in their village. എല്ലാ വർഷവും അവരുടെ നാട്ടിൽ, അവരുടെ വില്ലേജിൽ ഒരു ഉത്സവം നടത്താറുണ്ട്. ട്രീസ് ബ്ലൂം ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. അപ്പൊ ആ ഉത്സവം നടത്തുന്ന സമയമാകുമ്പോൾ മരങ്ങളെല്ലാം നിറയെ പൂക്കൾ കൊണ്ട് നിറയും. അടുത്ത പേജിലെ ചിത്രം നോക്കൂ. The people of ഹരിതഗിരി decorate their houses during the festival. അപ്പൊ ഫെസ്റ്റിവൽ സമയത്ത്, ഉത്സവ സമയത്ത് ഹരിതഗിരിയിലുള്ള എല്ലാ ജനങ്ങളും അവരുടെ വീടുകൾ എന്ത് ചെയ്യും? അലങ്കരിക്കും, ഡെക്കറേറ്റ് ചെയ്യും. ലാസ്റ്റ് ചിത്രം എന്താ? The festival season arrived. Dimple and Twinkle started decorating their house. അങ്ങനെ ഫെസ്റ്റിവൽ സീസൺ വന്നു. ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്യണം? അവരുടെ വീട് അലങ്കരിക്കുകയാണ്. നെക്സ്റ്റ് നാലാമത്തെ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ കഥ വായിച്ചു അല്ലേ? വായിക്കുന്നത്, റീഡ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ വായിച്ചു, അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നാലാമത്തെ ആക്ടിവിറ്റി വരുന്നത് കേട്ടോ. അപ്പൊ നാലാമത്തെ ആക്ടിവിറ്റി എന്താ? ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ആർ ഡെക്കറേറ്റിംഗ് ദിയർ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിനായിട്ട് ട്വിങ്കിളും ഡിംപിളും എന്ത് ചെയ്യുന്നു? അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാണ്. ഹെൽപ്പ് ദം ഡെക്കറേറ്റ് ദിയർ ഹൗസ്. യു ക്യാൻ യൂസ് ദ ഡെക്കറേറ്റീവ്സ് ഷോൺ ബിലോ. ഇവിടെ താഴെ കാണുന്നത് 2 പേജിലായിട്ട് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു വീടാണ് അല്ലേ? നമ്മുടെ ഡിംപിളിനും ട്വിങ്കിളിനും വീടാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം? ഇത് അലങ്കരിക്കാൻ ഈ താഴെ കാണുന്ന ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുക. എന്നിട്ട് ഇവിടെ ചിത്രത്തിൽ എന്ത് ചെയ്യുക? ഡെക്കറേറ്റ് ചെയ്യുക. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് കളറും കൂടെ കൊടുക്കുക കേട്ടോ. അതാണ് നാലാമത്തെ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി 5. Twinkle and Dimple decided to invite their friend Neela for the festival. അങ്ങനെ ഫെസ്റ്റിവലിനായിട്ട് ട്വിങ്കിളും ഡിംപിളും എന്ത് ചെയ്യണം? അവരുടെ ഫ്രണ്ട് നിളയെ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ, ക്ഷണിക്കുകയാണ്. ദേ കോൾഡ് നില ഓൺ ഫോൺ. അങ്ങനെ അവരെന്ത് ചെയ്തു? അത് പറയാൻ വേണ്ടി നിലയെ ഫോണിൽ വിളിച്ചു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പൊ എന്താണ്? ഫോൺ കോൾ ആണ് അല്ലെ? ഫോണിൽ സംസാരിക്കുകയാണ്.
എന്തിനാണ് ഫെസ്റ്റിവലിന് വരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആരെ വിളിക്കുന്നത്, നിളയെ വിളിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം ട്വിങ്കിൾ ആണ് പറയുന്നത്. ട്വിങ്കിൾ എന്താ പറയുന്നത്, ഹലോ നിള എന്തായിരിക്കും. അപ്പൊ പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ. അപ്പൊ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തോ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നമ്മുടെ ട്വിങ്കിൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഹലോ നിള വിൽ യു കം ടു അവർ വില്ലേജ് ഫെസ്റ്റിവൽ, നീ ഞങ്ങളുടെ വില്ലേജ് ഫെസ്റ്റിവലിൽ വരുമോ, അതായത് ചോദിക്കേണ്ടിൽ വരുമോ എന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ മാർക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊരു ചോദ്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആണ്, വിൽ യു കം ടു അവർ വില്ലേജ് ഫെസ്റ്റിവൽ. അപ്പൊ നീല എന്ത് പറഞ്ഞു, യെസ് ഐ വിൽ കം, തീർച്ചയായിട്ടും വരാന്ന് പറയണ്ട, ഐ വിൽ കം, ഞാൻ വരും. ഡിംപിൾ അപ്പൊ അടുത്തെന്തോ വീണ്ടും ചോദിക്കുകയാണ് നീളന്റെ അടുത്ത്, ഹൗ വിൽ യു കം, നീ എങ്ങനെ വരും അല്ലെ, നീ എങ്ങനെയാ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നീല എന്ത് പറയാണ്, ഐ വിൽ കം വിത്ത് മൈ പാരൻസ്, ഞാൻ എൻ്റെ പാരൻസിന്റെ കൂടെ വരും എന്ന് നീല പറഞ്ഞു. മനസ്സിലായില്ലേ. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ ആണ് കേട്ടോ. അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റി, ഹൗ ഈസ് യുവർ വില്ലേജ് ഓർ ടൗൺ, ഡ്രോ കളർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്, നമുക്കറിയാം ഡിംപിളിനെയും ട്വിങ്കിളിനെയും വില്ലേജ് എങ്ങനെയാണ്, ഹരിതഗിരി വില്ലേജ് കാണാൻ എങ്ങനെയാണ്, ചിത്രമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു അല്ലേ. നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ടൗൺ എങ്ങനെയാണ് കാണാനുള്ളത്, അത് ഡ്രോ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ഈ കാണുന്ന പെട്ടിയിൽ എന്ത് ചെയ്യുക, ചിത്രം വരയ്ക്കുക, എന്നിട്ട് കളർ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലൈനിൽ നിങ്ങളുടെ വില്ലേജെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിശദീകരിച്ച് 4-5 സെന്റൻസ് എന്ത് ചെയ്യുക, എഴുതി ചേർക്കുക കേട്ടോ. ആദ്യം നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ എങ്ങനെയാണെന്നുള്ളത് വരയ്ക്കുക, നിറം കൊടുക്കുക, എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ വില്ലേജിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. വില്ലേജിനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. My village is very beautiful. There are many green fields and tall coconut trees. A small river flows near my house. Children play happily in the playground. We have a school, a post office and a market. I love my village very much. ഇപ്പോൾ ഒരു കുട്ടി എഴുതിയ ആ കുട്ടിയുടെ വില്ലേജിനെ കുറിച്ച് എഴുതിയിട്ട് കുറച്ച് സെന്റൻസ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വില്ലേജിനെ കുറിച്ചാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചിട്ട് കേട്ടോ. അടുത്തത് ഏഴാമത്തെ ആക്ടിവിറ്റി. എന്താ ഏഴാമത്തെ ആക്ടിവിറ്റി, ഡ്യൂറിങ് ദി ഫെസ്റ്റിവൽ ദ വില്ലേജസ് ഡു നോട്ട് ബ്ലോ ദ ഹോൺ ഓഫ് വെഹിക്കിൾസ്. അപ്പം നിങ്ങൾക്ക് അറിയാലേ, നമ്മുടെ ഹരിതഗിരി വില്ലേജ് എങ്ങനെയാ, ഉത്സവം നടക്കുന്ന സമയത്ത് അവരുടെ ഗ്രാമത്തിൽ എന്തുണ്ടാവില്ല, വാഹനങ്ങളൊന്നും ഹോൺ അടിക്കില്ല. വൺ ഡേ എ മാൻ ഓൺ എ മോട്ടോർ ബൈക്ക് came there. Complete the conversation between the man and the children. അപ്പോൾ ഒരു ദിവസം അവരുടെ ഗ്രാമത്തിലോട്ട് ഒരാൾ വരികയാണ്. അതും എങ്ങനെ വരുന്ന, മോട്ടോർ ബൈക്കിൽ വരികയാണ് അല്ലേ. അപ്പൊ ആ മാനും അയാളും അവിടുത്തെ കുട്ടികളും തമ്മിലുള്ള സംഭാഷണമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ആ മോട്ടോർ ബൈക്ക് ഓടിച്ചു വന്ന ആളോട് ബോയ് എന്താ പറയണത്, സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. എന്താ പറയുന്നത്, സാർ ദയവ് ചെയ്ത് ഹോൺ അടിക്കരുത് എന്ന് പറയണം. അപ്പൊ ആ മാൻ എന്തോ ചോദിക്കണം, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ എന്തോ ആ കുട്ടിയോട് തിരിച്ച് ചോദിച്ചു കേട്ടോ. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, why shouldn't I blow the horn, എന്തുകൊണ്ട് അല്ലെ, ഞാൻ എന്തുകൊണ്ട് ഹോൺ അടിക്കരുത് എന്ന് പറയുന്നു എന്ന് തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ത് ചെയ്യണം, ആ പെൺകുട്ടിയെ ഗേൾ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഡ്യൂറിങ് ദി ഫെസ്റ്റിവൽ വി ഡു നോട്ട് ബ്ലോ ദ ഹോൺ, ഇറ്റ് വിൽ ഡിസ്റ്റർബ് ദി ബേർഡ്സ്. എന്താ പറയണത്, ഉത്സവം നടക്കുമ്പോൾ ഞങ്ങൾ ഹോൺ അടിക്കാറില്ല, അത് പക്ഷികളെ ഡിസ്റ്റർബ് ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്തു, അമ്മാൻ എന്ത് പറഞ്ഞു, ഓ ഐ ആം സോറി എന്ന് പറഞ്ഞു കേട്ടോ. അടുത്തത് എട്ടാമത്തെ ആക്ടിവിറ്റി. എന്താ ചെയ്യാൻ പറയണത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഒരു ചെയ്തു നോക്കുന്ന പ്രവർത്തനമാണ്, നിങ്ങൾ ചെയ്തു നോക്കാം. ഇതുപോലെ ഗ്രാഫ്റ്റ് ഐറ്റമാണ്. വി മേക്ക് മെയിൻലി ഡെക്കറേറ്റീവ്സ് യൂസിങ് പേപ്പർ. ലെറ്റ് us മേക്ക് എ പേപ്പർ ലാൻഡേൺ. എന്താണ് പേപ്പർ ലാൻഡേൺ ഉണ്ടാക്കാം. ലാൻഡേൺ എന്ന് വെച്ചാൽ വിളക്ക് കണ്ടിട്ടില്ലേ, ഇതുപോലെ ഒരു പേപ്പർ ലാൻഡേൺ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കേണ്ടത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് സ്റ്റെപ്പ് 1 വായിച്ച് ചെയ്തു, അടുത്ത 2, 3, 4, 5, 6 വായിച്ചിട്ട് അവസാനം ഇതുപോലുള്ള ഒരു ലാൻഡേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അവസാനം ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സ്റ്റെപ്പ് 1 എന്താ പറയുന്നത് വെച്ചാൽ, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രൈപ്പ് ഫ്രം ഇറ്റ്. ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു പേപ്പർ പീസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക, ഒരു ഭാഗം കട്ട് ചെയ്യുക, ഇതുപോലെ ചെറിയൊരു സ്ട്രൈപ്പ് കട്ട് ചെയ്യുക. സ്റ്റെപ്പ് 2 ഫോൾഡ് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, മിഡിൽ നിന്ന് അത് എന്ത് ചെയ്യുക, രണ്ടാക്കി മടക്കി. അടുത്ത സ്റ്റെപ്പ് 3 ഡ്രോ എ ലൈൻ ഓൺ വൺ സൈഡ്. എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ചു. സ്റ്റെപ്പ് 4 കട്ട് ദ പേപ്പർ ഇൻറ്റു സ്മോൾ സ്ട്രൈപ്പ് ആയിട്ട് കട്ട് ചെയ്യുക. ആൻഡ് ഓപ്പൺ ദ പേപ്പർ, ജോയിൻ ദ എഡ്ജസ്. എന്നിട്ട് എന്ത് ചെയ്യുക, എഡ്ജസ് വെച്ചിട്ട് ജോയിൻ ചെയ്തു. ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്. നൗ ദ ലാൻഡേൺ ഈസ് റെഡി. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് മേലെ എന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് വെച്ചു. അപ്പൊ നമ്മുടെ ലാൻഡേൺ റെഡി ആയതാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കുക, ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളിവിടെ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അതേപോലെ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ എഴുതാൻ പറയുന്നത്,
Can you make a crown based on the picture given below? അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കിരീടമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് അണ്ടർ ഈച്ച് പിക്ചർ. അപ്പോൾ ഈ ഓരോ ചിത്രത്തിന്റെ താഴെയും കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഇല്ലേ, അതേപോലെ ഇവിടെ ഓരോ ചിത്രത്തിനും താഴെ എന്ത് എഴുതുക, ഇൻസ്ട്രക്ഷൻസ് എഴുതുക കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടത്, ടേക്ക് എ പേപ്പർ പ്ലേറ്റ് ആൻഡ് കട്ട് ഇറ്റ് ഇൻടു ഹാഫ്. അപ്പോൾ ഒരു പേപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ ക്രൗൺ, അത് കിരീടം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്തു, ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് 2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് എഴുതാം. സ്റ്റെപ്പ് 2, paint the half plate blue and paste some small white stars on it. എന്നിട്ട് ആ പേപ്പറിൽ നമ്മൾ ബ്ലൂ കളർ കൊടുത്തിട്ട് കുറച്ച് പേപ്പർ വൈറ്റ് സ്റ്റാർസ് കൂടെ എന്ത് ചെയ്തു, ഒട്ടിച്ചു കൊടുത്തു. അടുത്തത് എന്താ ചെയ്യേണ്ടത്, കട്ട് ഔട്ട് സം റെഡ് ആൻഡ് വൈറ്റ് പേപ്പർ ട്രയാങ്കിൾസ്. എന്നിട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ട്രയാങ്കിൾ ഷേപ്സ് കട്ട് ചെയ്യുക, അതിന് റെഡും വൈറ്റും കളർ കൊടുക്കുക. എന്നിട്ട് അത് ആ ക്രൗണിൽ ഒട്ടിച്ചു കൊടുക്കുക. പേസ്റ്റ് ദ ട്രയാങ്കിൾസ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ പേപ്പർ പ്ലേറ്റ്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഫിക്സ് എ സ്ട്രിങ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ക്രൗൺ. അത് കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്ട്രിങ് എന്ത് ചെയ്യും, രണ്ട് സൈഡിലും സ്ട്രിങ് ഒട്ടിച്ചു കൊടുത്തു. wear the crown happily. അവസാനം എന്ത് ചെയ്യുക, ക്രൗൺ എന്ത് ചെയ്യുക, തലയിൽ വെച്ചിട്ട് ഇതുപോലെ അല്ലേ തലയിൽ വെച്ച് നോക്കുക. അങ്ങനെ നമ്മുടെ കിരീടം റെഡി ആവും. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻസ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് 9ാമത്തെ ആക്ടിവിറ്റി. എന്താ 9ാമത്തെ ആക്ടിവിറ്റി, ഐഡന്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ, കളർ ദം സ്യൂട്ടബിളി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ബിലോ. ഈ ചിത്രത്തിൽ കുറച്ച് ബേർഡ്സിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, പിക്ചറിലുള്ള ബേർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ആ ബേർഡ്സിന് അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഓരോ ബേർഡ്സ് ആയിട്ട് 1 by 1 ആയിട്ട് ഈ കാണുന്ന കോളത്തിൽ എടുത്ത് എഴുതുക ഏതൊക്കെ ബേർഡ്സ് ഉള്ളതെന്നുള്ളത് കേട്ടോ. ഡക്ക് ഉണ്ട്, പിന്നെ ഏതാ റൂസ്റ്റർ. റൂസ്റ്റർ എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ, എന്താണ് നമ്മള് പൂവൻ കോഴിനെ പറയണതാണ് കേട്ടോ. പിന്നെ പാരറ്റ്, ഹോൺബിൽ. ഹോൺബിൽ എന്ന് വെച്ചാൽ എന്താ, വേഴാമ്പല്. അടുത്തത് ക്രെയിൻ, കൊക്കാണ്. പീകോക്ക്, മയില്. വുഡ് പെക്കർ ആരാണ്, മരം കൊത്തി അല്ലേ. പിന്നെ ക്രോ. ക്രോ വെച്ചാൽ കാക്ക. ഇത് ക്രോ ആണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ, ബ്ലാക്ക് കളർ കൊടുത്ത് ഇത് ക്രോ ആയി. അപ്പൊ ഇത് കാണുന്ന ബേർഡ്സ് ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ബേർഡ്സ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബേർഡ്സ് നിറം കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ബേർഡ്സിന്റെ പേരെടുത്ത് എഴുതും കൂടെ ചെയ്യുക. അതാണ് നമ്മുടെ 9ാമത്തെ ആക്ടിവിറ്റി. അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റി. എന്താ 10ാമത്തെ ആക്ടിവിറ്റി, eggs to chicks. Here is a game for you. Use a dice and play the game according to the instructions of your teacher. അപ്പോൾ നല്ല രസകരമായിട്ട് നമുക്ക് ക്ലാസ്സിൽ കളിക്കാൻ പറ്റും. നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുന്നത് പോലെ നമുക്ക് ക്ലാസ്സിൽ ഡൈസ് ഉപയോഗിച്ചിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന പോലെ കേട്ടിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് നിങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് കളിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് പറയാം. എന്താ ചെയ്യേണ്ടത്, ഇവിടെ കോഴിയമ്മ മുട്ടയിട്ടു അല്ലേ. ഇതെന്ത് ചെയ്യണം, ഈ എഗ്ഗിന് അവസാനം എന്താണ്, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിരുന്നത് കാണുന്നില്ലേ, ഇവിടെ എത്തണം. ഈ 21 എത്തിയാലാണ് നമ്മൾ എന്ത് ചെയ്യുക, കളിയിൽ വിജയിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, മെല്ലെ 1 2 3 4 നമ്മൾ ടച്ച് ചെയ്ത ഫുഡ് ഈസ് ഹിയർ, ഗോ ടു കോളം 7. നമ്മൾ ഡൈസ് ഇട്ടിട്ടാണല്ലോ കളിക്കുക. അപ്പൊ നമ്മുടെ ഡൈസ് ഇട്ട് ഇവിടെ 4 നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നേരെ നമുക്ക് 7ലേക്ക് പോകാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ കോഴിക്കുള്ള തീറ്റയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് 7ലോട്ട് എത്താൻ പറ്റും. അങ്ങനെ പോയി നമ്മൾ 9 റെഡ് കളറാണ്. അപ്പൊ 9 എന്താണ്, ഡേഞ്ചർ, ഗോ ടു കോളം 3. അപ്പൊ നമ്മള് പാമ്പ് കോണിയും കളിക്കുമ്പോൾ പാമ്പ് വിഴുങ്ങില്ലേ, അതേപോലെ ഇവിടെ എന്താ ക്യാറ്റ് ആണ് അല്ലേ. അപ്പൊ എന്താണ്, കോഴീനെ പിടിക്കും ക്യാറ്റ്. അപ്പൊ നേരെ ഇവിടുന്ന് എന്താവും, 3ലോട്ട് വരും. അങ്ങനെ 10ഉം 11ഉം കഴിഞ്ഞ് 12 ഗ്രീൻ ആണ്. അപ്പൊ എന്താണ്, ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഗോ ടു കോളം 17. അപ്പൊ എന്താണ്, ഇവിടെ 12 ആണ്, 12 ഗ്രീൻ ആണ്. 12 ടച്ച് ചെയ്യാൻ പറ്റിയ നേരെ നമുക്ക് 17ലോട്ട് പോകാൻ പറ്റും. ഇനി 16 നമ്മൾ തൊട്ടുവല്ലോ, 16ലാണ് നമ്മൾ പോയി നിന്നതെങ്കിലോ, ഡേഞ്ചർ, ഗോ ടു കോളം ആരാണുള്ളത്, ഈഗിൾ ആണ് അല്ലെ. അപ്പൊ നേരെ 10ലോട്ട് പോകും കേട്ടോ. 17 നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സ് ഹിയർ, ഗോ ടു കോളം 20. അപ്പൊ അതായത് ഹെന്നിന്റെ ഫ്രണ്ട്സ് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും, 20ലോട്ട് പോകാൻ പറ്റും. പക്ഷെ 20ൽ ആരാണുള്ളത്, ഫോക്സ് ആണ്, ഡേഞ്ചർ ആണ് അല്ലെ. അപ്പൊ നേരെ നമ്മൾ എങ്ങോട്ട് എത്തും, 5ലോട്ട് എത്തും. ഇത് നമ്മൾ 20 ടച്ച് ചെയ്യേണ്ട 21 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കളിയിൽ ജയിച്ചു. കൺഗ്രാറ്റുലേഷൻസ്, ദി എഗ്സ് ഹാച്ച്ഡ്. മനസ്സിലായല്ലോ കളി എങ്ങനെയാന്ന്. എന്ത് ചെയ്യുക, കൂട്ടുകാരത്ത് കളിച്ചു നോക്കുക. വീട്ടിലൊക്കെ എന്ത് ചെയ്യുക അല്ലെ, വീട്ടിലും ഇതുപോലെ എന്ത് ചെയ്യുക, ഡൈസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഗെയിം കളിച്ചു നോക്കുക കേട്ടോ. അടുത്തത് 11ാമത്തെ ആക്ടിവിറ്റി ആണ്. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെയിറ്റഡ് ഈഗർലി ഫോർ ദ എഗ് ടു ഹാച്ച് ഔട്ട്. അപ്പം നമ്മൾ ഡിംപിളും ട്വിങ്കിളും കോഴിക്കൂട്ടി കൊണ്ടുപോയിട്ട് മുട്ട വെച്ചു അല്ലേ.
മുട്ട വെച്ചിട്ട് വിരിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദേ ചെക്ക്ഡ് ഇറ്റ് എവറി ഡേ. ഇവര് എല്ലാ ദിവസവും മുട്ട വിരിഞ്ഞോ പറഞ്ഞിട്ട് പോയി നോക്കും കേട്ടോ. their mother noticed their daily visit to the hen house, complete their conversation. അപ്പൊ ഇവര് ഡെയിലി വന്നിട്ട് മുട്ട വിരിഞ്ഞോ നോക്കുന്നത് ആര് കണ്ടു? അമ്മ കണ്ടു അല്ലേ? അപ്പൊ അമ്മയും നമ്മുടെ ഡിംപിളും ട്വിങ്കിളും നമ്മളെ കോൺവെർസേഷൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സംഭാഷണമാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അമ്മ ചോദിക്കില്ലേ എന്തിനാണ് ഡെയിലി വന്ന് കോഴിക്കൂട്ടിൽ വന്ന് നോക്കുന്നത്? അമ്മ തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ അമ്മ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വൈ ഡു യു വിസിറ്റ് ദി ഹെൻ ഹൗസ് എവറി ഡേ? നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും കോഴിക്കൂട്ടിൽ വന്ന് നോക്കുന്നത് എന്ന് അമ്മ ചോദിച്ചു. അപ്പൊ ട്വിങ്കിൾ എന്താ പറയണത്? വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഗോൾഡൻ എഗ് ടു ഹാച്ച്. ഞങ്ങൾ ആ സ്വർണ്ണമുട്ട വിരിയുന്നത് കാത്തിരിക്കുകയാണെന്ന് പറയണേ. അപ്പൊ മദർ എന്ത് ചോദിച്ചു? വേർ ഡിഡ് യു ഗെറ്റ് ദ ഗോൾഡൻ എഗ്? അപ്പൊ എന്താ ചോദിക്കുകയല്ലേ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ എന്തോ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്നാണ് മുട്ട കിട്ടിയതെന്ന് അമ്മ ചോദിച്ചു. അപ്പൊ ഡിംപിൾ എന്ത് പറഞ്ഞു? വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ് നിയർ അവർ ഹൗസ്. നമ്മുടെ വീടിന്റെ അടുത്ത് കൂട്ടിയിട്ടിട്ടുള്ള കരിയില കൂട്ടത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ മുട്ട കിട്ടിയതെന്ന് ഡിംപിൾ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ 11ാമത്തെ ആക്ടിവിറ്റി. 12ാമത്തെ ആക്ടിവിറ്റി, ദ ബേബി ഓഫ് എ ബേർഡ് ഈസ് ചിക്ക്. അതായത് നമുക്കറിയാം പക്ഷികളുടെ കുട്ടികളെ, അതായത് പക്ഷിക്കുട്ടീനെ നമ്മൾ എന്ത് പറയും? ചിക്ക് എന്നാണ് കേട്ടോ പറയുക. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് suitably. അതുപോലെ എന്ത് ചെയ്യുക? ഈ കാണുന്നത് എല്ലാ മൃഗങ്ങളും പക്ഷികളുടെയും കുട്ടികളെ, അവരുടെ ആ ജീവികളുടെ കുട്ടികളുടെ പേര് എന്ത് ചെയ്യുക? അവിടെ കറക്റ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ്. ബേർഡ് അതിന്റെ ആർക്കാണ് ഫീഡ് ചെയ്യുന്നത്? ഭക്ഷണം കൊടുക്കുന്നത്? ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ്. ഇവിടെ 3 എന്താണ് കുട്ടികളുടെ പേരുണ്ട്. പപ്പി, നായക്കുട്ടിയെ എന്ത് പറയും? പപ്പി പറയും. കോഴിക്കുട്ടി അല്ലെങ്കിൽ പക്ഷികളുടെ കുട്ടീനെയൊക്കെ നമ്മൾ എന്താ പറയുക? കോഴിക്കുട്ടീനെ മാത്രമല്ല പക്ഷികളുടെ ബേർഡ്സിന്റെ കുട്ടികളെയും ചിക്ക് എന്നാ പറയുക. പൂച്ചന്റെ കുട്ടീനെ എന്ത് പറയും? കിറ്റൺ. പശുവിന്റെ കുട്ടീനെ കാഫ് എന്നാണ് പറയുക. ഇത് ബേർഡ് ആണ് അല്ലേ? അപ്പൊ ബേർഡിന്റെ ബേബീനെ എന്ത് പറയും? ചിക്ക്. ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ് ചിക്ക്. അടുത്തത് കാറ്റിന്റെ ബേബിയോ? കാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഇറ്റ്സ്. കാറ്റ് ആരുടെ കൂടെയാണ് നടക്കുന്നത്? വിത്ത് ഇറ്റ്സ് കിറ്റൺ. അടുത്തത് കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ്. കൗ ആരെയാണ് നക്കുന്നത്? അതിന്റെ ബേബി അല്ലേ? അതിന്റെ ബേബിന്റെ പേരെന്താ? കാഫ്. അടുത്തത് ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ്. ഡോഗ് ആരെയാണ് നോക്കുന്നത്? എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഡോഗിന്റെ ബേബി? ഉണ്ട് അല്ലേ? പപ്പി. എന്താണ്? പപ്പി. അപ്പോ ബേർഡിന്റെ ബേബിനെ പറയുന്ന പേര് ചിക്കും, കാറ്റിന്റെ ബേബിനെ പറയുന്നത് കിറ്റൺ, കൗവിന്റെ ബേബിനെ പറയുന്നത് കാഫ്, ഡോഗിന്റെ ബേബിനെ പറയുന്നത് പപ്പി. അടുത്തത് 13ാമത്തെ ആക്ടിവിറ്റി, ഗോൾഡി സ്വാം ഇൻ ദ റിവർ. അപ്പൊ ഗോൾഡി എന്ത് ചെയ്യണം? പുഴയിൽ നീന്തുകയാണ് അല്ലേ? ദി ഹെൻ ആൻഡ് ചിക്സ് കുഡ് നോട്ട് സ്വിം. അത് നമുക്കറിയാം, കോഴിയും കുട്ടികൾക്കും നീന്താൻ കഴിയില്ല. ഡു യു നോ വൈ? എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? എന്തുകൊണ്ടാണ് ഗോൾഡി നീന്താൻ കഴിയും, നമ്മുടെ ഹെന്നിനും ചിക്സിനും നീന്താൻ കഴിയുന്നില്ല അല്ലെ? അപ്പൊ ഇവര് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗോൾഡി എന്താ പറയണത്? ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയുമെന്ന് പറയാണ്. അപ്പൊ ചിക്ക് എന്ത് പറഞ്ഞു? ഐ കാൺ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്. എനിക്ക് നീന്താൻ സാധിക്കില്ല, പക്ഷെ എനിക്ക് നടക്കാൻ സാധിക്കും എന്ന് പറയാണ്. അതേപോലെ ഇവിടെ ഒരു ബേർഡ് ഉണ്ട്, ഒരു ഫിഷ് ഉണ്ട്. ബേർഡ് പറയാണ് ഐ ക്യാൻ ഫ്ലൈ ഹൈ. എനിക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കും എന്ന് പറയാണ്. മീനിന് കഴിയോ? ഫിഷിന് പറക്കാൻ പറ്റുമോ? ഫിഷിന് പറക്കാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നീന്താൻ പറ്റില്ല. അപ്പൊ ഫിഷ് എന്ത് പറയും? ഐ കാൺട്ട് ഫ്ലൈ. എനിക്ക് പറക്കാൻ പറ്റില്ല, ബട്ട് ഐ ക്യാൻ സ്വിം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിം ചെയ്യാൻ പറ്റുമെന്ന് ഫിഷ് പറയും. അടുത്തത് 14ാമത്തെ ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, ഫൈൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 പിക്ചേഴ്സ്. താഴെ തന്നെ 2 ചിത്രങ്ങൾ നോക്കുക. രണ്ടും ഒരേപോലെ, കാണാൻ ഒരേപോലെ ആണെങ്കിലും വ്യത്യസ്തമാണ്, ഡിഫറൻസസ് ഉണ്ട്. ആ വ്യത്യസ്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കാണുന്ന കോളങ്ങളിൽ എടുത്തെഴുതുക. പിക്ചർ 1, പിക്ചർ 2. പിക്ചർ 2 നോക്കൂ. ദി വാട്ടർ ഇസ് നോട്ട് ക്ലിയർ. വെള്ളം ചളിവെള്ളമാണ് അല്ലെ? ക്ലിയർ അല്ല, കറുത്ത വെള്ളമാണ്, ക്ലിയർ അല്ല. പക്ഷെ 1ാമത്തെ ചിത്രത്തിലോ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ്. അപ്പൊ അവിടെ എന്ത് എഴുതാം നമുക്ക്? ദ വാട്ടർ ഈസ് ക്ലിയർ. അടുത്ത 2ാമത്തെ പോയിന്റ് നോക്കൂ. എ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ. ഒരു ക്രെയിന് ആ റിവറിൽ നിൽക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ വാട്ടർ എഴുതിയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. റിവറിനല്ല, നിങ്ങൾ വാട്ടർ ഇവിടെ റിവറിന് എഴുതിയിട്ടുണ്ട്. സോ ഈ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ. അപ്പൊ ഇത് റിവർ ആണ്. ക്രെയിൻ എവിടെ നിൽക്കുകയാണ്? റിവറിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ എഴുതണം? ഇവിടെ ക്രെയിൻ ഉണ്ടോ? കൊക്കുണ്ടോ? ഇതില്ല, ഇല്ല അല്ലെ? അപ്പൊ there is no crane in the river. അടുത്തത് no birds are flying in picture 2. പിക്ചർ 2 പക്ഷികളൊന്നും പറക്കുന്നില്ല. ഇവിടെ നോക്കൂ, പക്ഷികൾ പറക്കുന്നുണ്ട് അല്ലെ? പിക്ചർ 1 പക്ഷികൾ പറക്കുന്നുണ്ട്. 3 birds are flying near the tree. അടുത്തത് the land is green. അതായത് 1ാമത്തെ ചിത്രത്തില് നീലം നോക്കൂ, ഗ്രീൻ കളർ ആണ് അല്ലെ? പക്ഷെ 2ാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? ലാൻഡ് എങ്ങനെയാണ്? ഗ്രീൻ ആണോ? the land is dry അല്ലെ? ഗ്രീൻ അല്ല, ഡ്രൈ ആണ്, മരുഭൂമി പോലെയാണ്. അടുത്ത 2ാമത്തെ ചിത്രത്തില് there is no fish in the water. വാട്ടറിൽ ഫിഷ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1ാമത്തെ ചിത്രത്തിൽ എന്ത് എഴുതാം? there are fishes in the water
അല്ലേ? അല്ലെങ്കിൽ there is a one fish. നമുക്ക് ചിത്രത്തിൽ ഒരു ഫിഷ് ആണ് കാണുന്നത്, പക്ഷെ നിറയെ ഫിഷ് ഉണ്ടാവും. there are fishes in the water. അതിൽ ഒരുപാട് വ്യത്യസ്തങ്ങൾ ഇനിയും ഉണ്ട്. അപ്പൊ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക കേട്ടോ. അടുത്തത് 15ാമത്തെ ആക്ടിവിറ്റി. Dimple and Twinkle told the whole story to Grandpa. Arrange the following events of the story in order. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും നടന്ന കാര്യം മുഴുവൻ തന്നെ ഗ്രാൻഡ്പയോട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ, എന്ത് ചെയ്യാനാ പറയുന്നത്, നമ്മുടെ കഥയിലെ 4 കാര്യങ്ങൾ, കഥയിൽ നടന്ന 4 സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഓർഡറിലല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡറിൽ ഇങ്ങോട്ട് എടുത്ത് എഴുതുക കേട്ടോ. ഫസ്റ്റ് വൺ എന്താ എഴുതിക്കുന്നത് വെച്ചാൽ they put the egg in the hen's house. അവരെന്ത് ചെയ്തു, മുട്ട കോഴിയുടെ കൂട്ടിൽ കൊണ്ടുവച്ചു. രണ്ടാമത് എഴുതിയിരിക്കുന്നത് they named the chick ഗോൾഡി. അവർ ആ പക്ഷിക്കുട്ടിക്ക് എന്ത് പേരിട്ടു, ഗോൾഡി എന്ന് പേരിട്ടു. മൂന്നാമത്തെ the egg hatched out and a beautiful chick came out. മുട്ട വിരിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു ചിക്ക എന്ന് പുറത്തു വന്നു. നാലാമത് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്. ഡിംപിളിനും ട്വിങ്കിളിനും ഒരു ഗോൾഡൻ എഗ് കിട്ടി. ഇതിൽ ഏതാണ് ഫസ്റ്റ്, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്. രണ്ടാമത് they put the egg in the hen's house. മൂന്നാമത് the egg hatched out and a beautiful chick came out. നാലാമത് they named the chick Goldie. മനസ്സിലായല്ലോ? ഓർഡറിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് 16ാമത്തെ ആക്ടിവിറ്റി. The villagers cleared the river. They fixed a notice board near the river. Write a suitable sentence on it. അപ്പോൾ വില്ലേജേഴ്സ് എന്ത് ചെയ്തു, റിവർ ഒക്കെ ക്ലീൻ ചെയ്ത ശേഷം അവിടെ ഒരു നോട്ടീസ് ബോർഡ് വെക്കുകയാണ്. എന്തായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക, തീർച്ചയായിട്ടും വേസ്റ്റ് ഇടരുത് എന്നായിരിക്കും അല്ലേ. അപ്പം നമുക്ക് അവിടെ സെന്റൻസ് എഴുതാം. സേവ് അവർ റിവർ, കീപ് ഇറ്റ് ക്ലീൻ, കീപ് ദ റിവർ ക്ലീൻ ആൻഡ് ബ്രൈറ്റ്, മേക്ക് ഇറ്റ് ഫ്രഷ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. നമ്മൾ അതായത് ആ ബോർഡിൽ എങ്ങനെ നമ്മൾ റിവർ വേസ്റ്റ് ഇടരുത്, റിവർ സേവ് ചെയ്യണം എന്നുള്ളൊരു നമ്മൾ ഒരു പ്ലക്കാർഡ് പോലെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് 17ാമത്തെ ആക്ടിവിറ്റി. The festival season came. The villagers prepared a poster to welcome people. Help them make it attractive. അതായത് ഫെസ്റ്റിവൽ സീസൺ വന്നു, വില്ലേജസ് എന്ത് ചെയ്യണ, മറ്റുള്ള ആൾക്കാർ എല്ലാവരും വിളിക്കാൻ വേണ്ടി, ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. നല്ല ഭംഗിയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്ററാണ് ഇവിടെ മേക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പോസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഹെഡിങ് ഉണ്ടായിരിക്കണം. ഹെഡിങ് എങ്ങനെയായിരിക്കണം, നല്ല കളർഫുൾ ആയിട്ട് ഭംഗിയായിട്ടുള്ള ഹെഡിങ് എഴുതണം. അതേപോലെ തന്നെ അക്ഷരങ്ങളൊക്കെ നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് കളറൊക്കെ കൊടുത്ത്, അതുപോലെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങളൊക്കെ വരച്ച് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഡിയർ ഓൾ, കം എൻജോയ് ദി കളേഴ്സ് ആൻഡ് സോങ്സ് വിത്ത് നേച്ചേഴ്സ് ഫ്രണ്ട്സ് where joy belongs. Date from September to December 2025. Venue പറഞ്ഞാൽ എന്താ, സ്ഥലത്തിനെയാണ് കേട്ടോ വെന്യൂ പറയുക. വെന്യൂ ഹരിതഗിരി വില്ലേജ്. എന്താണ് വെന്യൂ, ഹരിതഗിരി വില്ലേജ്. ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ 2 സെന്റൻസ് കൂടെ ചേർത്താണ്. അതായത് എന്താണ്, എൻജോയ് ചെയ്യുന്നത് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. വിങ്സ് ദാറ്റ് ഫ്ലൈ, സോങ്സ് ദാറ്റ് ചിയർ, ലെറ്റ്സ് പ്രൊട്ടക്ട് ദ ബേർഡ്സ് വി ഹോൾഡ് സോ ഡിയർ, ഓൾ ആർ വെൽക്കം. വളരെ ചെറിയൊരു പോസ്റ്ററാണ്. അപ്പോൾ സെന്റൻസ് എല്ലാം തന്നെ നമ്മൾ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്, വളരെ അതായത് എന്താണ് നമ്മുടെ ഫെസ്റ്റിവൽ എന്തുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ ആണെന്നുള്ളത് നമ്മൾ ഉൾപ്പെടുത്തണം. ഡേറ്റ് എഴുതിയിട്ടുണ്ട്, വെന്യൂ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ആരാണ് പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നത്, ഹരിതഗിരി വില്ലേജേഴ്സ്. അടുത്തത് 18ാമത്തെ ആക്ടിവിറ്റി. റീഡ് ദ സെന്റൻസസ് ബിലോ. ഹൂ സെഡ് ദിസ്, റൈറ്റ് ദിയർ നെയിംസ് ഇൻ ദ ബോക്സസ്. ഇവിടെ നമ്മുടെ കഥയിൽ ഓരോരുത്തരും പറഞ്ഞ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. അത് ആരാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പേരാണ് എഴുതേണ്ടത്. വി വിൽ കോൾ യു ഗോൾഡി, ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും എന്ന് പറഞ്ഞാരാ, ഡിംപിൾ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു, ഈ മുട്ടയും കൂടെ നീ ഒന്ന് ടേക്ക് കെയർ ചെയ്യൂ എന്ന് പറഞ്ഞതാരാ, ഡിംപിൾ ആണ്. ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ, നോക്ക് ഗോൾഡി നന്നായി നീന്തുന്നുണ്ട് എന്ന് പറഞ്ഞതാരാ, ട്വിങ്കിൾ. ക്ലക്ക് ക്ലക്ക്, ആരുണ്ടാക്കിയ ശബ്ദമാ, ഹെൻ. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്, ഇത് റെയിൻബോ ബേർഡിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞതാരാ, ഗ്രാൻഡ്പാ. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ, എന്റെ കുട്ടിക്കാലത്തെ പുഴ വളരെ ശുദ്ധവും ക്ലിയർ ആയിരുന്നു എന്ന് പറഞ്ഞതാരാ, ഗ്രാൻഡ്പ തന്നെയാണ്. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്, നോക്ക് ഇത് എത്ര ക്യൂട്ടാണെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്, ട്വിങ്കിൾ. മനസ്സിലായി. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ ഡയലോഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അവരുടെ പേരാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവേ. അടുത്തത് 19ാമത്തെ ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിൽ ആണ്. അപ്പോൾ ഡൗൺ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് എഴുതേണ്ടത്. ഓരോ കോളത്തിലും ഓരോ ലെറ്റേഴ്സ് ആണ് കേട്ടോ എഴുതേണ്ടത്. അക്രോസ് പറഞ്ഞാൽ നേരെ നമ്മൾ വലത്തോട്ട് അങ്ങനെ എഴുതി പോവുക. അപ്പോൾ ഡൗണിലെ 1ാമത്തെ ചോദ്യം, ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡേർട്ടി, എവിടത്തെ വെള്ളമായിരുന്നു ഡേർട്ടി ചളിയായിട്ടുണ്ടായിരുന്നത്, റിവർ. അപ്പോൾ 1 താഴോട്ടാണ്. അപ്പൊ ഇവിടെയാണ് റിവർ എഴുതേണ്ടത് കേട്ടോ. വി എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതുക.
ഉത്തരം റിവർ ആണ്. RIV എഴുതിയിട്ടുണ്ട്, ER റിവർ. അടുത്ത രണ്ടാമത്തെ ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയ്മഡ് ദ ചിക്ക്. ഡിംപിളും ട്വിങ്കിളും കൂടെ ആ കുട്ടിക്ക് ആ പക്ഷിക്കുട്ടിക്ക് എന്ത് പേരിട്ടു? ഗോൾഡി. ഇവിടെ താഴോട്ടാണ് ഗോൾഡി എന്ന് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. അതോ GOLDIE ഗോൾഡി എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത എക്രോസ് രണ്ടാമത്തെ എക്രോസ് എന്ന് വെച്ചാൽ വലത്തോട്ട് എഴുതി പോവുക. വൺ ഡേ ഡാഷ് വിസിറ്റഡ് ദ ചിൽഡ്രൻ. ഒരു ദിവസം കുട്ടികളെ കാണാൻ ആര് വന്നു? ഗ്രാൻഡ് പാ. ആര് വന്നു? ഗ്രാൻഡ് പാ. ഗ്രാൻഡ് പാല് G എഴുതിയിട്ടുണ്ട്, ബാക്കി ലെറ്റേഴ്സ് എഴുതുക. RANDPA ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരാ വന്നത്? ഗ്രാൻഡ് പാ. അടുത്തത് 3 അക്രോസ് ആണ്. ഹരിതഗിരി ഈസ് ബ്യൂട്ടിഫുൾ. ഹരിതഗിരി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണ്. ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് കേട്ടോ, വില്ലേജ് എഴുതിയിട്ടുണ്ട്, വില്ലേജ് ആണ്. നാലാമത് ദ വില്ലേജസ് ഡെക്കറേറ്റഡ് ദ ഹൗസസ് ഫോർ ദ ഡാഷ് ഓഫ് ബേർഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് വില്ലേജസ് വീടുകൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്? ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അല്ലേ? ഫെസ്റ്റിവൽ. എന്താ ഫെസ്റ്റിവൽ സ്പെല്ലിംഗ്? FESTIVAL ഫെസ്റ്റിവൽ. അടുത്തത് 20ാമത്തെ ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ പാട്ടിന് അനുയോജ്യമായിട്ടുള്ള വരികൾ കൂട്ടിച്ചേർക്കുക. അത് നമുക്ക് വായിക്കാം. A birdie flies so high up in the sky, sitting on a tree it sings so free. When the summer ends it flies back with friends. Will you come again when the summer sun glows? അപ്പോൾ ഇന്ന് നമുക്ക് വരികൾ എന്തൊക്കെ എഴുതാം? We will clap and sing when you spread your wing, flying to and fro everywhere you go. അടുത്ത ആക്ടിവിറ്റി 21 സെലക്ട് suitable dialogues for each picture and write in the box. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ റീഡ് ആൻഡ് റീജോയ്സിൽ ഒരു കഥയുണ്ട് അല്ലേ? ആ കഥയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് 21ാമത്തെ ആക്ടിവിറ്റി. നമ്മൾ അതിന്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ചിത്രത്തിൽ അനുയോജ്യമായിട്ടുള്ള സെന്റൻസുകൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഇവിടെ എഴുതിയത് ആദ്യം വായിക്കാം. ലുക്ക് ഇറ്റ്സ് അവർ പീപ്പ്. നോക്ക്, ഇത് നമ്മുടെ പിപ്പാണ്. പിപ്പ് എന്ന് പറയുന്നത് ഈ പെൻകിന്റെ പേരാണ് കേട്ടോ. അടുത്തത് ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. അവൻ എല്ലാ മീനും തിന്നും എന്ന് പറയാണ്. അടുത്തത് മൂന്നാമത് ഡോണ്ട് വറി ഡിയർ. വിഷമിക്കണ്ടെന്ന് പറയാണ് അല്ലെ. നാലാമത് ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ. എനിക്ക് വെള്ളം പേടിയാണ്. അപ്പൊ ഓരോന്നും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ എടുത്ത് എഴുതാം. ഒന്നാമത്തെ ചിത്രത്തിന് ഏത് ചേരും? കറക്റ്റ് ആയിട്ട് ചേരും. ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ് എന്ന് പറയുന്നത്, അതായത് നോക്ക് നമ്മുടെ പിപ്പാണ്. പിപ്പ് ഓക്കെ, പെൻകിന്റെ പേരാണ് പീപ്പ്. എന്താണ്? പീപ്പ്. ലുക്ക് ഇറ്റ്സ് അവർ പീപ്പ് എന്ന് പറയുന്നത് മറ്റു പെൻക്വിൻ ഈ പീപ്പിനെ കണ്ടിട്ട് പറയണതാണ് കേട്ടോ. ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ് എന്ന് പറയുന്നത് അയാൾ മീൻ കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ പീപ്പിന് പേടിയായി, അയാൾ എല്ലാ ഫിഷും കഴിക്കുന്നു പറഞ്ഞിട്ട് ആ ഡയലോഗാണ്. ഡോണ്ട് വറി ഡിയർ എന്ന് പറയുന്നത് അമ്മൻ ആരോട് പറയാണ്? പീപ്പിനോട് പറയാണ്. ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പീപ്പാണ് ചിന്തിക്കുന്നത്, എനിക്ക് വെള്ളം പേടിയെന്ന് പറയണത് അല്ലേ. അങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 3ാമത്തെ യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സും അതേപോലെ നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സ് നമ്മുടെ പീപ്പിന്റെ സ്റ്റോറിയും യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.